സന്തോഷമായി. ഇത്ര വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റി, ഇത്ര നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി സന്തോഷം. നമ്മള് ഇത്രയും കാലത്തിന് നമ്മൾ ഇത്രയും ഒരു ത്രില്ലടിപ്പിച്ച പടം കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഒന്നുകൂടി കാണണം പടം. എന്തായാലും അത്രയ്ക്ക് സൂപ്പർ പടം. നല്ല ചാക്കോച്ചൻ തകർപ്പ്. അതുപോലെ വില്ലന്മാരെല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് വില്ലനെ കുറിച്ച് എടുത്ത അത്രയും നല്ല സൂപ്പർ വില്ലത്തിനുള്ള ഒരു പടമാണ്. പക്ഷെ ശക്തമായൊരു തിരക്കഥ, ഒരു ഓഫീസർ ആ കുറ്റാന്വേഷണ കഥക്കൊപ്പം തന്നെ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതും അങ്ങനെ ഫാമിലി സ്റ്റോറിയിൽ ഇഷ്ടപ്പെടുന്നവർ കൂടി കണക്റ്റ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ കഥ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഹെവി ഡ്യൂട്ടിയിലാണ് ഈ സിനിമ. എന്താണ് ബോഗൻവില്ലയ്ക്ക് തരാൻ പറ്റാത്തൊരു കിക്ക് ഈ സിനിമയിൽ കുഞ്ചാക്കോവിന് തരാൻ പറ്റുക. അതാണ് കൂടുതൽ പ്രതീക്ഷനെ. അതുക്കും മേലെയാണ് ഈ സിനിമ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ജെക്സ് ബിജോയുടെ BGM ഒക്കെ ശരിക്കും തിയേറ്റർ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രിയേഷൻ ആയിരുന്നു സിനിമയിൽ കാണാൻ പറ്റിയത്. മൊത്തത്തിൽ സിനിമ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗംഭീരമായ പെർഫോമൻസ്, ഗംഭീരമായ തിരക്കഥയാണ്. തകർപ്പും പ്രേമ എന്ന് വെച്ചാൽ ഓരോ സീനും നമുക്കിങ്ങനെ ഹൃദയത്തിലേറ്റി ധൈര്യമായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം, ഇതാണ് പോലീസുകാരെന്ന്. എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റായിട്ട് ഒരു രക്ഷയില്ല. പടം തുടങ്ങിയ ആ സമയം മുതൽ ലാസ്റ്റ് വരെയും ഒരു രക്ഷയില്ലാണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ സുഹൃത്താണ് ഷബീറാണ് ഇതിൻ്റെ കൺട്രോളർ, പിന്നെ ഡയറക്ടർ, അത് എല്ലാവരും ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും കുഞ്ചാക്കോന്റെ എക്കാലത്തെയും ചിലപ്പോൾ ഒരു നല്ല അടിപൊളി ത്രില്ലറാവും ഇത്. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ വന്ന് കാണാം, മസ്റ്റ് വാച്ചാണ്. ഒരാളും ഇത് മിസ് ചെയ്യരുത്. അത്രയും പെർഫെക്റ്റാണ് സാധനം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് കാണാം. സൂപ്പർ പടം. 5-ാം പാതിരയിലൊക്കെ അപ്പനായിട്ട് വരും. സ്റ്റോറി, ഡയറക്ഷൻ, BGM, ചാക്കോത്തൻ്റെ ഒക്കെ പ്രകടനം ഇതുവരെ കാണാത്ത ചാക്കോത്തന നമ്മൾ കാണാൻ പറ്റി. പിന്നെ അതിനകത്ത് പറയുമെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ്, ഓരോരുത്തരെയും എടുത്തു പറയുമെങ്കിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. നമ്മൾ കുടുംബമായിട്ട് വന്ന് കാണുമ്പോൾ ഒരുപാട് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ തോന്നുന്നു ഒരുപാട്. കാരണം മയക്കുമരുന്ന് ഈ സമൂഹത്തിന് വലിയ വിപത്താണെന്ന് ഇതിലൂടെ പറയാനായിട്ട് ഈ സംവിധായകനും കഥാകൃത്തും ശ്രമിച്ചിട്ടുണ്ട്. നല്ല പടം. ഇത്രയും സന്തോഷമായിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും മൂവി കാണണം. പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു തറളി ഒരു കമേഴ്ഷ്യൽ ക്രൈം ഡ്രാമയാണ്, ഒരു എൻ്റർടൈനറാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പക്ഷേ എന്നാൽ ഒരു വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഒരു പടമാണ്. ഇന്നത്തെ യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത്. ഒന്നും ചെയ്യാണ്ട് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ഒരു കമൻട്രി പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പിള്ളേരെ വഴി തെറ്റിക്കുന്ന ആൾക്കാർ ഞങ്ങളായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഐ തിങ്ക് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. അതെ, നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയും. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഐശ്വര്യയുടെയും ഫസ്റ്റ് ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു.